സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും വൻ ശക്തികളെ മുട്ടുകുത്തിക്കാൻ ഇറാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് എന്നും ലോകരാഷ്ട്രീയത്തിന്റെ ഏറ്റവും അപകടകരമായ ചെസ് ബോർഡാണ്. ഒരു നീക്കം തെറ്റിയാൽ അതൊരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമാകില്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയും സുരക്ഷാ ബന്ധങ്ങളും തന്നെ തകർന്നു പോകുന്ന തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ആ ചെസ് ബോർഡിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇറാൻ വീണ്ടും ശക്തമായി മുന്നോട്ട് നീങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല യൂറോപ്പിലും ഏഷ്യയിലും വരെ ആശങ്കയുടെ ചൂടുയരുകയാണ്. ഇറാന്റെ ഏറ്റവും ശക്തമായ അഥവാ പാശ്ചാത്യ ലോകത്തിന്റെ കണ്ണിൽ ഏറ്റവും അപകടകരമായ ആയുധം നിർമ്മാണം പൂർത്തിയാകുന്നതിനായി സൂചന നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഉപരോധങ്ങളും ഭീഷണികളും നേരിട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ സ്വന്തം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും സൈനിക സജ്ജീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഇറാന്റെ നിയമപരമായ അവകാശമാണ്. അതേസമയം ഇറാൻ ശക്തി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേലും കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സ്വതന്ത്ര ശക്തികളെ നിയന്ത്രിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പലരും കാണുന്നത്. ഈ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിനെ സമാധാനപരമായി നിലനിർത്താനുള്ള ശ്രമങ്ങൾ കൂടുതൽ പ്രയാസകരമാവുകയാണ് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നേതാക്കൾ ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. കാരണം ഇവിടെ ഒരൊറ്റ വിഷയമല്ല, പല തലങ്ങളിലുള്ള രാഷ്ട്രീയവും സുരക്ഷാ കണക്കുകൂട്ടലുകളും ഇടകലർന്നിരിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതി, ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഹോർമുസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യം, അമേരിക്കയുടെ നാവിക വിന്യാസം, ഇവയെല്ലാം ചേർന്നാണ് ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി രൂപപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രസ്താവന വന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയിൽ നിന്നാണ്. അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഇറാന്റെ ആണവ പദ്ധതി തിരിച്ചുവരവില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുകയാണെന്ന മുന്നറിയിപ്പ് അദ്ദേഹം ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞു. ഒരു അന്താരാഷ്ട്ര മേൽനോട്ട ഏജൻസിയുടെ തലവൻ ഇത്തരം ഒരു വാക്ക് ഉപയോഗിക്കുന്നത് സാധാരണ മുന്നറിയിപ്പല്ല, അത് ലോകത്തെ പ്രധാന ശക്തികൾക്ക് നേരിട്ട് നൽകിയ ഒരു അടിയന്തര സൂചനയാണ്. ഇറാൻ ആണവ പരിധികൾ ലംഘിക്കാനുള്ള ഏതൊരു ശ്രമവും നടത്തിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും തങ്ങളുടെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നും വൈദ്യുതി ഉൽപാദനം പോലുള്ള മേഖലകളിലേക്കാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും ഇറാൻ വ്യക്തമായി ആവർത്തിക്കുന്നുണ്ട്. ഇറാൻ ഈ വാദം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ലോകശക്തികൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ പ്രധാന കാരണം. ചുരുക്കത്തിൽ ഇറാന്റെ ഏറ്റവും അപകടകാരിയായ ആയുധം എന്ന വാക്കുകൾ വാർത്തകളിൽ വലിയ തലക്കെട്ടായി മാറുമ്പോൾ അത് വെറും ഒരു രാജ്യത്തിന്റെ സൈനിക നേട്ടം എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ലോകത്തെ മുഴുവൻ ഒരു പുതിയ സംഘർഷ ഭീതിയിലേക്ക് തള്ളുന്ന ഘടകമായാണ് മാറുന്നത്. ഭാവി എന്താകുമെന്ന് കാലം തെളിയിക്കും. എന്നാൽ ഒരു യാഥാർത്ഥ്യം ലോകത്തിന് മുന്നിലുണ്ട്. അധിനിവേശ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ പതറാത്ത ഇറാന്റെ ഓരോ ചുവടുവയ്പും ലോകക്രമത്തെ തന്നെ മാറ്റിയെഴുതാൻ പോകുന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ചലനങ്ങളല്ല, മറിച്ച് ആഗോള അധികാര സമവാക്യങ്ങളുടെ ഗതി നിശ്ചയിക്കാനുള്ള ശേഷി ഇന്ന് ഇറാന്റെ കയ്യിലുണ്ട്. ലോകം ഇന്ന് ഇറാനെ ഉറ്റുനോക്കുന്നത് കേവലം ഒരു രാജ്യമെന്ന നിലയിലല്ല, മറിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെ തലയുയർത്തി നിൽക്കുന്ന ലോകരാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റാൻ കരുത്തുള്ള ഒരു ആഗോള ശക്തി എന്ന നിലയിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.